പെണ്ണുപിടിയും മരുന്നടി. ഓഹോ, ഇത് എന്തൊക്കെയാണ്? തൊപ്പിയുടെ ഒരു സൈഡിൽ കൂടെ പോകുന്നു, സജിനയുടെ വേറൊരു സൈഡിൽ കൂടെ പോകുന്നു. സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോയോളം MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണത്. ആ പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മലദ്വാർ ഗോൾഡ് കേട്ടിട്ടുണ്ട്, മൂക്കട്ടമ്മ MDMA ആദ്യമായിട്ടാ കേൾക്കുന്നത്. എന്റെ ദേവി, ഞാൻ എന്തായി കേക്കണത്? എനിക്ക് എവിടെ ചെന്നാലും ഏതെങ്കിലും ഒരു പ്രോഗ്രാം എടുത്ത് ആ പേജിൽ നോക്കിയാൽ അറിയാം, സജനയുടെ ഒരു ഡാൻസ് ഉണ്ട് അതിനകത്ത്. അടിച്ച് കയറ്റിയിട്ട് സ്റ്റേജിൽ കയറിയതാ സജന. സ്റ്റേജിൽ കയറ്റി സ്റ്റെപ്പ് വരെ മറന്നുപോയിട്ട് ഇവള് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല. കവറപ്പ് ചെയ്ത നെക്സ്റ്റ് പിള്ളേർ കയറി കൂടെ കളിക്കുന്ന പിള്ളേർ കവറപ്പ് ചെയ്ത് കളിച്ചിട്ടാണ് ആ പ്രോഗ്രാം ഇതാക്കിയത്. വെട്ടിമരുന്ന് പോലത്തെ പ്രായ അറിഞ്ഞോണ്ട് തീ കുളത്തില്ല എന്റെ പൊന്ന് തമ്പരാട്ടിക്കുട്ടി. ഇതിലും വലിയ വെടി സ്വപ്നങ്ങളിൽ മാത്രം. ഇതുവരെ കേട്ട അവരാതൊന്നും ആയിരിക്കത്തില്ല എനിക്ക് കേൾക്കാൻ പോകുന്നത്. അതൊക്കെ മേലെ ഈ കൊല്ലം നമുക്ക് ബിഗ് ബോസ് വേണ്ട എന്നാണ് എന്റെ ഒരു അഭിപ്രായം. സത്യം, ബിഗ് ബോസിനെക്കാളും സൂപ്പർ അവരാതാണല്ലോ പുറത്തു നടന്നുകൊണ്ടിരിക്കുന്നത്. മാഡം ആരോടും പറയില്ലെങ്കിൽ, ആരോടും പറയില്ലെന്നുണ്ടെങ്കിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റും ഞാൻ തയ്യാറാണ്. ഇതില്ലാണ്ട് അവൾക്ക് പറ്റില്ല. ആ സാധനം കണ്ടിട്ടേ ഇല്ലാന്ന് പറഞ്ഞപ്പം എനിക്ക് അതാണ് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്. കഞ്ചാവ്, ഈ പറഞ്ഞ സാധനം, സിഗരറ്റ് 2 മണി 3 മണിക്കൊക്കെ താഴെ ഗ്രോസറിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഓഹോ, ചീട്ടുകളി, കള്ളുകൂടി, പെണ്ണുമുട്ടി കൊടുപ്പ്, കുറെ വേലകളൊക്കെ അറിയാലോ. ഒന്ന് വിട്ടുപോയി എന്താണ് കള്ളമാറ്റി, ഇതൊക്കെ നല്ല വശമല്ലേ. വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം അവൾ അതങ്ങ് എടുക്കും. ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴത്തേനും അവരുടെ വീട്ടിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേനോട് ഞാൻ ചെയ്ത് ആരുടെ നെയിൽ പോളിഷാണ് അത്, ഞാൻ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട നെയിൽ പോളിഷ്. ഞാൻ നാണുണ്ടോ സച്ചിന നിനക്ക്? നാളുണ്ടടി നിനക്കൊക്കെ. കക്കാൻ നടക്കുന്നു. പൈസ എത്ര കയ്യിലുണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒന്നും ചൂണ്ടിയില്ലെങ്കിൽ ഒരു മനസമാധാനം ഉണ്ടാവില്ല. അതെന്റെ ഒരു ഹാബിറ്റ് ആയിപ്പോയി. ഹാബിറ്റ് അല്ലത് രോഗം. തല്ലുകൊള്ളുമ്പോ ഭേദാവും. തരംഗത്തിനകത്ത് സിനിമയുടെ ക്ലൈമാക്സ് ഇതല്ലേ, ആ നായികക്ക് ശാന്തി എന്ന് പറഞ്ഞ ശാന്തി ബാലകൃഷ്ണൻ കണ്ട നായികയായിട്ട് അഭിനയിച്ച്, അവർക്ക് ഈ അസുഖമുള്ളതാണ്. ഇതൊരു അസുഖമാണ്, ക്ലെപ്റ്റോമാനിയ എന്നാണ് അസുഖത്തിന്റെ പേര്, ക്ലെപ്റ്റോമാനിയ. ഈ ആണുങ്ങളുടെ കേസ് അത് ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കുകയാണ്. അല്ലാണ്ടുള്ള ഇവളുടെ ക്യാരക്ടറാണ് ഞാൻ പറയണത്. വൃത്തികെട്ട ക്യാരക്ടർ എന്ന് വെച്ചാല്, ഇത്ര ഐക്യത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുന്ന ഒരു കുടുംബം ഈ നാട്ടിൽ കേട്ടോ. ഇവള് പറയുന്നുണ്ട് രേണുസുതി എന്താണ്, രേണുസുതിനെ പോലെ എന്നൊക്കെ. സത്യം പറയട്ടെ, രേണുസുതിയൊക്കെ ഇല്ലേ പൂവിട്ട് പൂജിക്കണം. ഈ പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഇവള് റസൂലിനെയും പറ്റിച്ചിട്ടും ഒരാൾക്കാരെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവൾക്ക് പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഇവള് പോകും. അന്ന് അവളെ കൂട്ടിയിട്ട് പോയ ആൾക്കാരുടെ പേരൊക്കെ എനിക്ക് പറയാൻ എനിക്കറിയാം. പക്ഷെ അവരെയൊന്നും ഞാൻ ഇതിലൊന്ന് വലിച്ചെടുക്കാൻ ഞാൻ എനിക്ക് താല്പര്യപ്പെടാം. ചായ കൊടുക്കില്ലേ? ഈ ജോസ് കൊടുക്കില്ലേ? ഞാനോ? നീയും കൊടുക്കും. ഫിറോസിന്റെ വീഡിയോയിൽ കറക്റ്റ് പേരുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. സമ്മതിക്കണം, ഇതൊക്കെ പൊക്കി എടുത്തല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതെല്ലാം പച്ചയായ സത്യങ്ങളാണ് ആ പറഞ്ഞതെല്ലാം. അത് ഞാനും കണ്ടതല്ലേ. അതാണ് സഹദേവ തറവാടിത്തെന്ന് പറയുന്നത്. അതിന് കൊടുക്കണം പൈസ. റിസൾട്ട് വിളിക്കുമ്പോൾ എന്റെ ഇക്ക, എന്റെ പൊന്നിക്ക, എന്റെ ജീവിതത്തിൽ എന്റെ ഇക്ക അല്ലാണ്ട് എനിക്ക് ആരും ഇല്ല, എനിക്ക് ഇക്ക മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അവളുടെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് എടുത്തിട്ട് എറിയാൻ തോന്നും. ഫോൺ വെച്ചിട്ട് അവള് പിന്നെ ഇപ്പുറത്ത് അവൾക്ക് കള്ളുകൂടിയും പരിപാടിയാണ്. ഈ സാധനം ഇല്ലാതെ സഞ്ജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. അത് എന്നോട് റിസൾട്ട് കുട്ടി അവിടെ ചെല്ലണതും ഇവര് തമ്മിൽ കാണണതും നമ്പർ കൈമാറുന്നതും എല്ലാം ആ സമയത്താണ്. അതിനുശേഷം ഇയാള് ഞങ്ങൾ കഴിച്ച പോലത്തെ മെസ്സേജ് സജനക്ക് വായിച്ചു. സജന ഈ പറഞ്ഞ പോലെ തന്നെ ഈ എന്താ പറയാ, ഈ കാലം നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് സജന വീഴാൻ വേണ്ടിയിട്ട്. ഏതൊരാണ് വന്നാലും സജന വീഴും. സജന നല്ല പ്രേമരോഗമാണ്. അതൊക്കെ ഞങ്ങൾ ലിറ്ററലി ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ വരും, നമ്മള് ജോസ് അയക്കുന്ന ആളാ. അവരെന്നോ നാളെ ഇവിടെ എത്തും. ആൾ കൊള്ളാമെങ്കിൽ നമ്മൾ കെട്ടിക്കൊള്ളാന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ കാശ് കൊടുത്തു വിടും. പൂക്കുറ്റി അപ്പൊ പേര് പോലെ തന്നെ പൂക്കുറ്റി. എവിടെ ഗ്യാപ്പ് കയറ്റിയാലും അവിടെ കുറ്റിയടിക്ക് നിൽക്കുന്ന ടീമാണെന്ന് തോന്നുന്നു കേട്ടോ. പൂക്കുറ്റിയുടെ ഒരു കാര്യങ്ങള് യു ലുക്ക് സെക്സി ബോംബ് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു മെസ്സേജുകളൊക്കെയാണ് ഇയാൾ അയച്ചത്. എല്ലാം കുടുംബത്തിൽ പറഞ്ഞവരാ. ആവേശത്തിൽ കയറി പിടിച്ച് കൂടുതൽ കുഴപ്പമുണ്ടാക്കല്ലേ സാറേ? അതെന്താ നമ്മൾ കുടുംബത്തിൽ പറഞ്ഞവർ തന്നെയല്ലേ? കുടുംബത്തില്ല ആര് ഹംസക്കയാ? അതിന്റെ പ്രൂഫ് അടക്കം എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം. ഇതിന്റെ പ്രൂഫ് എല്ലാം പൂക്കുട്ടി ഇവൾക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കളിയാക്കുന്നുണ്ട്. സജന നിനക്ക് അയച്ച പോലത്തെ മെസ്സേജ് എനിക്കും ലക്ഷ്മിക്കൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എത്ര പേര് അയച്ചിട്ടുണ്ടാവും? അങ്ങനെ ഒരുത്തിക്ക് മാത്രം കൊടുത്ത് പുകച്ചു കളയാനുള്ളതല്ല എന്റെ ജീവിതം. ഇങ്ങനെ അവസാനം മണ്ട പോയ തെങ്ങ് പോലെ ആവരുത് ജീവിതം.
അപ്പൊ എന്റെ പ്രണയത്തിന് പാര പണിയാൻ വേണ്ടി ഇറങ്ങിയിരിക്കല്ലേ രണ്ടും നിങ്ങളെ അപ്പൊ അല്ല, എന്നോട് ഭയങ്കര സ്നേഹമാണ്, എന്നോട് ഭയങ്കര പ്രേമമാണ്, അവൾ അങ്ങനെ തന്നെയാ പറഞ്ഞത്. ചേച്ചിയുടെ ഈ പ്രൂഫ് എല്ലാം ഉണ്ടെന്നാ പറയുന്നത്. എടുത്ത് പുറത്തോട്ട് ചേച്ചി പ്രൂഫ് എല്ലാം, പിന്നല്ലാതെ. അപ്പൊ സജിന എടുത്ത എല്ലാ കാര്യങ്ങളും പറയുമ്പോ സജിന പറയുന്നത് എന്റെ പൂക്കുറ്റിയൊക്കെ അങ്ങനെയൊന്നും അല്ല, ഇത് ശുദ്ധ പ്രണയമാണ്, ശുദ്ധ പ്രണയം. നീ അത് വിശ്വസിച്ചോ? അതെന്റെ ചെറിയൊരു കലാപരിപാടി അല്ലായിരുന്നോ? വെറും പുഴു. അപ്പൊ ഈ ഫിറോസ് വിളിക്കും, വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ. അപ്പം ഫിറോസ് വീഡിയോ കോളിൽ വിളിക്കുമ്പോഴത്തേന് റസൂൽ കുട്ടി ഉറങ്ങണമായിരിക്കും. അപ്പോഴാണ് വീഡിയോ കോൾ പറയണോ ശല്യം വിളിക്കേണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ ഫിറോസിന്റെ ഫോൺ എടുക്കണം. പക്ഷെ ഫോൺ എടുത്തതിന്റെ ടോക്ക് മാറി. ഈ കാന്താണ് വിശേഷം. അപ്പൊ ഞങ്ങൾ തന്നെ ഇവളോട് ചോദിച്ചിട്ടുണ്ട്, അല്ല മോളെ നിനക്ക് സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം എന്ന്. ഇത് തന്നെ പ്രശ്നം, ഇത് തന്നെ ഇക്കാമാറിന്റെ ഒരു വീക്ക്നെസ് ആണ്. അങ്ങനെ അവർ പ്രണയിക്കുകയാണ്, പൂക്കുറ്റിയിൽ പ്രണയം പൂക്കുകയാണ് ഗൈസ്. കുഞ്ഞിരാമൻ എന്നിട്ട് കെട്ടുവോ? അതുമില്ല. എന്നിട്ട് നാട്ടിലുള്ള ഓരോ തേണ്ടി പോയിട്ടും കല്യാണം കഴിച്ചു. എന്റെ കെയർ ഓഫിൽ പരിചയപ്പെട്ട് എടുത്തി കൊടുത്ത ഒരു 3-4 ആൾക്കാരോട് അവള് ചുമ്മാ അവളുടേതായ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് കഞ്ചാവ് വലിക്കാനോ അവൾക്ക് MDMA എടുക്കാനും വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പൈസ വേണം എടാ പൈസ താടാ, എന്നെ അവിടെ കൊണ്ടുപോടാ, എന്നെ ഇവിടെ കൊണ്ടുപോടാ. ഇതാണ് അവളുടെ ക്യാരക്ടർ. ജീവിക്കാൻ പഠിച്ച കുട്ടിയാ, കട്ടിട്ടാണെങ്കിലും ഇറന്നിട്ടാണെങ്കിലും ജീവിച്ചോളും. എന്ത് നല്ല ക്യാരക്ടർ. ഇതിനെ പറ്റിയാണെന്ന് ഇന്നലെ നമുക്ക് പറഞ്ഞത്. എന്നെ വളർത്തിയത് വേറെ രീതിയിലാണെന്ന്. വട്ടേ വളർത്തൽ. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടിയാ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് എനിക്ക് ആരും വേണ്ട, ഒന്നും വേണ്ട. പൊളിച്ചടുക്കി തരാം ഞാൻ സജനയുടെ എല്ലാ കാര്യങ്ങളും. ഞാൻ സെലിബ്രിറ്റി അല്ല. എന്നെ ഇപ്പൊ സജന വന്നത് അവള് വൃത്തിയായിട്ടാളാണ്, അവൾ അവരുടെ കൂടെ ഇവരുടെ കൂടെ ഇങ്ങനെ പറയാൻ എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്നെ അറിയാവുന്ന, എന്നെ സ്നേഹിക്കുന്ന എന്റെ ആൾക്കാർക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളതും സജന എന്താണെന്നുള്ളതും. ഞാൻ എന്റെ സ്റ്റാൻഡേർഡ് നോക്കണ്ടേ സാർ? സജനയുടെ പ്രശ്നങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങൾ. എന്ത് പ്രശ്നം? അവൾക്ക് ആണുങ്ങളുടെ കേസ് മാത്രമുള്ള പ്രശ്നം. അയ്യോ വിവേകേട്ടാ, ഞാൻ എന്റെ മനസ്സിൽ പോലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിക്കും കൂടെ നിന്ന് ചതിക്കാൻ ഇതുപോലത്തെ ഒരു കൂട്ടുകാരത്തി പറയില്ല. കൂടെ നിന്ന് ചതിക്കാൻ. നമ്മളോട് സംസാരിക്കുമ്പോൾ ഇപ്പുറത്തെ എന്താണ് കോളിൽ ഇട്ടിട്ട് മറ്റുള്ളവരെ കേൾപ്പിച്ചു കൊടുത്തിട്ട് എടി സോറി എടി അറിയാണ്ട് പറ്റിപ്പോയടി, അത് എന്റെ കൈ തട്ടി കോള് പോയതാണ്, അങ്ങനെ വരെ പറയാനായിട്ട് ഒരു ഉൾപ്പില്ലാത്തവളാണ് സജന. നീ ഒരു നയവഞ്ചകനാണ്, തോളിലിരുന്ന് ചെവി തിന്നുന്നവരാണ്. സത്യമായിട്ട് ഞങ്ങൾ അത്രക്കാരല്ല. പ്രത്യേകിച്ച് ഞാൻ സത്യം പറഞ്ഞ ഇവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്വാസവും ഇല്ല. എപ്പോഴാണ് പുറയുന്ന കട്ടപ്പാക്കുന്നതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് എല്ലാവരും. എന്ത് ടൈപ്പ് ജന്മങ്ങളാണോ എന്തോ. ഒന്ന് നോക്കിയേ, അങ്ങോട്ടും ഇങ്ങോട്ടും പാര പടുത്ത് രസിക്കുക, ഒരു ലോഡ് കട്ടപ്പാകള്. സജനയില്ലേ, ഞാൻ എന്റെ പൊന്നെ ഞാൻ ഇട്ടുകാരുണ്ട്. ഞാനല്ല ആവശ്യം വന്നാലും എല്ലാം എടുത്ത് ഞാൻ ഇടും. വലിച്ചു കയറ്റണതും കിറിങ്ങി നടക്കണതും പാട്ട് പാടണതും ബോധമില്ലാണ്ട് കറങ്ങണതും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് നീ ഇവിടെ എത്തിയത്. സത്യം എന്താണെന്ന് ആർക്കറിയാം. എന്റെ ഏറ്റുമാനൂരപ്പാ, ഇനി എന്തൊക്കെ കോടാലിയാണോ വരാനിരിക്കുന്നത്. അപ്പോ ഞങ്ങൾ പോയിട്ട് ഇനിയും വരാം. ആയിക്കോട്ടെ.